നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറച്ചായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ഐറ്റമാണ് ഈ ബസ് ട്രെൻഡ്. ഞാൻ ആക്ച്വലി ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ കുറച്ച് വൈകിപ്പോയി. ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, ഈ റിയാക്ഷൻ വീഡിയോസ് ഞാൻ നിർത്തി മാറ്റി വെച്ചിരിക്കുന്ന ഒരു മേഖലയാണ്. പക്ഷേ ഒരു സ്ത്രീ ആയതുകൊണ്ടും മറ്റൊരു സ്ത്രീ ഈ റീച്ചിന് വേണ്ടി കാണിച്ച പേക്കൂത്തില്ല, ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്ത സാഹചര്യത്തിൽ സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിനൊരു സംതൃപ്തി കിട്ടില്ല. അങ്ങനെ ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഞാൻ തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ അല്ലെങ്കിൽ റോട്ടിലോ ഈ പറയുന്ന രീതിയിൽ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടാവും. ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലർക്കും അത്തരം അനുഭവങ്ങൾ ഉണ്ടാവും. നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾക്ക് താല്പര്യമില്ലാതെ, നമ്മുടെ കൺസേൺ ഇല്ലാതെ ഒരു മനുഷ്യൻ, ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള മനുഷ്യൻ നമ്മുടെ ശരീരത്തിലോട്ട് വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലോട്ട് ടച്ച് ചെയ്യാനുള്ള ഒരു ശ്രമം നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവുക? ആദ്യം തന്നെ നമ്മുടെ ബോഡി തന്നെ അത് റെസിസ്റ്റ് ചെയ്യും. ആദ്യം നമ്മൾ റിയാക്ട് ചെയ്യും. ഇതൊക്കെയാണ് സംഭവിക്കുക. അല്ലാതെ എങ്ങനെയാണ് ഒരാൾക്ക് അതും മറ്റൊരാളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുന്ന കണ്ടിട്ട് ഇവിടന്നേ നമ്മൾ പറയില്ലേ, അങ്ങെങ്ങോ ഒരു മരം വളഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടന്നേ നടുവളച്ചു പോവുക എന്ന് പറയുന്ന പോലെയാണ്. അവിടെ എങ്ങാണ്ട് എന്തോ സംഭവിക്കുന്നു, അതിനകത്ത് അവിടെ പ്രതികരിക്കുന്നതിന് പകരം ഈ വീഡിയോ ഓണാക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു വീഡിയോ കണ്ട നിങ്ങൾക്ക് തന്നെ അറിയാം, എല്ലാവരും പല പ്രാവശ്യം ഇപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ബസ്സിൽ ഡ്രൈവറും നിൽക്കുന്ന മനുഷ്യരെല്ലാം അങ്ങോട്ടാണെങ്കിൽ, അതായത് എല്ലാവരും വടക്കോട്ടാണെങ്കിൽ ഞാൻ പടിഞ്ഞാട്ടോത്ത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് ഒരു ഇറങ്ങാൻ നിൽക്കുന്ന മനുഷ്യന്റെ നേരെ ഈ പറയുന്ന നമ്മൾ ഈ നെഞ്ചും തള്ളി പിടിച്ച് അങ്ങോട്ട് ചെന്ന് നിൽക്കുക. ബാക്കി വീഡിയോനെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമില്ലല്ലോ. ഇനി ഇതൊക്കെ പോട്ടെ, എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ വൺ വീക്ക് ബാക്ക് എങ്ങാണ്ടാണ് ഈ വീഡിയോ ഫസ്റ്റ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൻ്റെ തലേദിവസമാണ് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. മേ ബി നമ്മൾ വിചാരിച്ച അത്രയും അങ്ങോട്ട് ഒത്തില്ല, അവർ റീച്ച് ഒക്കാത്തത് കൊണ്ടായിരിക്കാം ഒരു എക്സ്പ്ലനേഷൻ. സൈക്കോളജിസ്റ്റ് ആണല്ലോ, അപ്പൊ സൈക്കോളജീൻ്റെ പല കാര്യങ്ങളും കുഴച്ചുരുട്ടിക്കൊണ്ടുള്ള ഒരു വീഡിയോ വന്നിരുന്നു. അന്ന് രാത്രിയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഇപ്പം ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോലും പല ആൾക്കാർ, അതായത് ഒരാള് പോയി, ആളില്ല, ആ സമയത്ത് പോലും കമൻറ്റ് ബോക്സിൽ വന്ന പല കമൻസും നമുക്കൊരു ഞെട്ടലുണ്ടാക്കും. കാര്യം നമ്മൾ പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന ഒരു വലിയ സമൂഹം അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എന്തിനും രണ്ട് സൈഡ് ഉണ്ട് എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് വന്ന കമൻസിൽ ഒരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചത്, അവർ തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടും ഉണ്ടായിരുന്നു. അതായത് നീയൊക്കെ എന്ത് ചെയ്താലും ഇവിടെ സ്ത്രീകളുടെ ഒരു രോമത്തിൽ പോലും തൊടാനുള്ള നിയമ നടപടികളില്ല. അതെങ്ങനെ പറയാൻ പറ്റും? ഞാനിപ്പോൾ ഈ ഒരു കേസ് വേറെ കാര്യങ്ങളിലേക്ക് ഡ്രാഗ് ചെയ്യല്ല, പക്ഷെ ഞാൻ നിങ്ങളൊരു കാര്യം ഓർമ്മിപ്പിക്കാം. അതായത് നമ്മുടെ നാട്ടിലെ ഒരു മുന്തിയ പ്രമുഖ നടൻ്റെ ഭാര്യ കുറേ നാളുകളോളം വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നു. തൻ്റെ ജീവൻ അപകടത്തിലാണ്, അല്ലെങ്കിൽ ഈ നാട്ടിലെ പല ക്രൈമുകളുടെയും കച്ചിത്തുമ്പ് ഇവിടെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് അതും ഈ പറയുന്ന നിയമ നടപടികളിലേക്കൊക്കെ പോയി. എന്നിട്ട് ആ സ്ത്രീക്ക് എന്തെങ്കിലും നീതി കിട്ടിയായിരുന്നോ? അതേപോലെ തന്നെ നമ്മുടെ ചുറ്റിലും നടക്കുന്ന പല കാര്യങ്ങൾ, അതാ ഞാൻ പറഞ്ഞത്, ഇതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു കേസിനെ വേറെ പല കേസുകളിലേക്കും ഡ്രാഗ് ചെയ്യലായി പോകും. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നമ്മുടെ കോടതി പരിസരങ്ങളിലേക്കൊക്കെ ഒന്ന് പോയാൽ മതി. അവിടെ ഈ പറയുന്ന പോലെ പുരുഷനും സ്ത്രീയും നമുക്ക് ഒരു ജെൻഡറിനെ പുകഴ്ത്താനോ ഇകഴ്ത്താനോ ഒന്നും പറ്റില്ല. നീതി ലഭിക്കാതെ പോകുന്ന പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട്. അതിലേറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം, ജനുവിനായിട്ടുള്ള കാര്യങ്ങൾക്ക് പലപ്പോഴും ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും പറയാതിരിക്കാൻ പറ്റില്ല, സ്ത്രീ സുരക്ഷ, സ്ത്രീ സംരക്ഷണം എന്നൊക്കെ പറയുന്നത് ഈ അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ ഈ നാട്ടിൽ അതൊക്കെ കുറച്ച് ഓവറല്ലേ എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന പല കേസുകളും പല അനുഭവങ്ങളും നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ നിയമങ്ങൾ അല്ലെങ്കിൽ ഈ സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ സ്ത്രീ ആയതിൻ്റെ പേരിൽ അതിനെടുത്ത് ഫേക്ക് അലിഗേഷൻസ് വെച്ച് പാവം പിടിച്ച പുരുഷന്മാരുടെ തലയിൽ കയറി ഈ മറ്റേ താണ്ഡവാടി അവരുടെ ജീവിതം ബലിയാടാക്കി കളയുന്ന സ്ത്രീകളുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മളെല്ലാ കാര്യത്തിലും ഇക്വാലിറ്റി പറയുന്ന ആൾക്കാരാണ്. സ്ത്രീകൾക്ക് അവിടെ ഇക്വാലിറ്റി വേണം, ഇവിടെ ഇക്വാലിറ്റി വേണം, നമ്മളങ്ങനെ ഇക്വാലിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളാണ്. ഇപ്പം ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ ഒരു പല കേസുകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നത് പുരുഷന്മാർക്ക് ഇക്വാലിറ്റി വേണ്ട ഒരു കാര്യം ഈ പറയുന്ന നിയമ നടപടികളിലാണ്. സ്ത്രീ ആയതുകൊണ്ടുള്ള ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇങ്ങനെ മിസ്ലീഡ് ചെയ്യപ്പെടുന്നത് കൊണ്ട് പുരുഷന്മാർക്ക് വേണ്ടി ആര് സംസാരിക്കും? ഇപ്പോൾ സവാദിന്റെ കേസ് വന്ന സമയത്ത്
അങ്ങേരെ മോന്ത റിവീലായ സമയത്ത് തന്നെ കുറേ പെൺകുട്ടികൾ വന്ന് പറഞ്ഞിരുന്നു ഇങ്ങേർക്ക് ഇത് തന്നെ പണിയെന്ന് തെളിയിക്കുന്ന രീതിയിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അവർ തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ദീപക് എന്ന് പറയുന്ന വ്യക്തിന്റെ ഫേസ് റിവീൽ ആയപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിക്കോട്ടെ സഹപ്രവർത്തകരായിക്കോട്ടെ അദ്ദേഹത്തെ പറ്റി സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ മനുഷ്യത്വം വറ്റിയ സമൂഹത്തിൽ മനുഷ്യത്വം അവശേഷിക്കുന്ന വളരെ കുറച്ച് മനുഷ്യരേ ഉള്ളൂ എന്ന് നമുക്കറിയാലോ. അതിലുള്ള ഒരു മനുഷ്യനാണത്. ഇപ്പം ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അദ്ദേഹം ഇനി ഇല്ലല്ലോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സമ്പർക്കത്തിലുണ്ടായ ആൾക്കാർ ഇനി അങ്ങനെയല്ലേ പറയൂ, അല്ലെങ്കിൽ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ എന്ന് ചിലപ്പോൾ ഒരു പക്ഷേ ചിന്തിക്കുമായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെ ഒരു 1 year ബാക്ക് സഞ്ചരിച്ചിരുന്ന ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, പീരിയഡ്സ് വേദനയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടീനെ അടുത്തേക്ക് വിളിച്ചിരുത്തുകയും അതേപോലെ തന്നെ കയ്യിലുണ്ടായിരുന്ന പാരസെറ്റമോൾ കൊടുക്കുകയും ടെൻഷനായിരിക്കുന്ന കണ്ടപ്പോൾ അതെന്താന്ന് ചോദിച്ചപ്പോഴത്തേനും എക്സാം ടെൻഷനാന്ന് പറഞ്ഞപ്പോൾ ഞാനൊക്കെ എൻ്റെ ഈ പ്രായത്തിലും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതൊക്കെ ഒന്നുമല്ല, ഇതൊന്നും ജീവിതത്തിലെ വലിയ എന്താ പറയുക ടെൻഷനുകൾ അടിക്കേണ്ട കാര്യങ്ങളല്ല എന്ന് പറഞ്ഞ് കംഫേർട്ടാക്കിയൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിനെ ആ പെൺകുട്ടി ഓർത്തിരിക്കുന്നു ഇന്നും. അങ്ങനെ ദീപക് എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരുന്ന സമയത്ത് എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറ്റി അറിയാൻ ഒരു ചെറു ശ്രമമെങ്കിലും നടത്തുകയാണെങ്കിൽ ഞാൻ കണ്ട മറ്റു ചില കമന്റുകൾക്കുള്ള മറുപടിയും കൂടിയാവും. അതായത് എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്, ഇതൊക്കെ തരണം ചെയ്തൂടെ, അല്ലെങ്കിൽ ഇനി തെറ്റ് ചെയ്തുകൊണ്ടല്ലേ ആത്മഹത്യ ചെയ്തെന്ന് ചോദിക്കുന്നവരോട് എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ്. ചിലപ്പോൾ ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഇതൊക്കെ നിസ്സാരം എന്ന് പറഞ്ഞ് തരണം അത് മോശമാണെന്നല്ല, നല്ല കാര്യമാണ്. പക്ഷെ എല്ലാ മനുഷ്യർക്കും അങ്ങനെ എല്ലാം അങ്ങോട്ട് തരണം ചെയ്യാനോ അല്ലെങ്കിൽ എല്ലായ്പ്പോഴും എല്ലാ സിറ്റുവേഷൻസിലും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. ദീപക് എന്ന് പറയുന്ന വ്യക്തി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് ഈ ചില ആളുകൾക്ക് ഈ ആത്മാഭിമാനം എന്ന് പറയുന്നത് അതിനൊരു ചെറിയൊരു പോറലെങ്കിലും ഏറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് താങ്ങാൻ പറ്റൂല. അത്തരം സാഹചര്യങ്ങളിൽ വേറെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ചിലപ്പോൾ ഒരു പക്ഷെ അവർ പിടിച്ചു നിൽക്കാം. പക്ഷെ തൻ്റെ ആത്മാഭിമാനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യത്തിൽ, അതും ഈ പറയുന്ന ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു വ്യക്തി, അത് ഒരു അതിർത്തി തർക്കമാണ്. അതിർത്തി തർക്കത്തിന്റെ പേരിൽ അപ്പുറത്തുള്ള 14 വയസ്സുള്ള കുട്ടീനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ആ വീട്ടുകാർ കേസ് കൊടുത്തു. പോക്സോ ആയി, അദ്ദേഹം അകത്തുമായി. പിന്നീട് അത് വലിയ വാർത്തയിൽ ന്യൂസ് പേപ്പറിലൊക്കെ വന്നു. അവിവാഹിതനാണ് അദ്ദേഹം. അപ്പോൾ പോക്സോ കേസിൽ അകത്ത് പോയ ഒരാളെന്ന് അദ്ദേഹം ഇന്നും അറിയപ്പെടുമ്പോൾ ഈ കേസ് തെളിയിച്ച് അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പുറത്തിറങ്ങി. അത് ഈ പറയുന്ന മീഡിയയിലൊന്നും വന്നില്ല, അത് ഈ പറയുന്ന മനുഷ്യരാരും അറിഞ്ഞിട്ടില്ല. അത് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അറിയുന്ന കുറച്ച് ആളുകളിൽ മാത്രം ഒതുങ്ങിക്കൂടി. പക്ഷെ ഈ പോക്സോ കേസ് നാട് നീളെ അറിഞ്ഞു. അതേപോലെ തന്നെയാണ് നമ്മൾ മനസ്സാ വാച അറിയാത്ത, പ്രത്യേകിച്ച് നമ്മൾ പറയില്ലേ ഈ എന്താ പറയാ പെണ്ണ് കേസിലൊക്കെ പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില കേസുകൾ പെണ്ണ് കേസ് എന്ന് മാത്രമല്ല നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഒരു മറുകായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. അത് നമുക്ക് തേച്ച് മാച്ച് കളയാൻ പറ്റില്ല. അപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ മനസ്സാ വാച അറിയാത്ത കാര്യത്തിൽ ഒരു പെണ്ണ് വന്ന് കിടന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ആളുകൾക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. മനസ്സിലാവാത്ത കാര്യം, പൊതുപ്രവർത്തകയാണെന്നറിയുന്നു, സൈക്കോളജിസ്റ്റാണെന്നറിയുന്നു, എപ്പോഴാ എന്ന് ചോദിക്കാനാണ് തോന്നുന്നത്. കാരണം അതിൻ്റെ ഒന്നും ഒരു ക്വാളിറ്റി ലെവലേശം തൊട്ട് തീണ്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അവരുടെ ഒരു ക്യാപ്ഷൻ തന്നെ സമൂഹത്തിന് ഞാൻ വിട്ടുതരുന്നു എന്നാണ്. ഇപ്പൊ പറയുന്നത് എന്തൊക്കെയോ സൈക്കോളജിക്കൽ പ്രശ്നമുള്ള ആളെന്നാണല്ലോ. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് വേറൊരു സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉള്ള ആളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് സമൂഹത്തിന് അങ്ങ് ഇട്ടുകൊടുക്കാൻ തോന്നുന്നത്? മനസ്സിലാവുന്നില്ല. ഇങ്ങനെയാണോ ഒരു പൊതുപ്രവർത്തക ബിഹേവ് ചെയ്യുന്നത്? ഇതൊക്കെ എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവാത്ത കാര്യങ്ങളാണ്. എനിക്കിനി നിങ്ങളോടാണ് പറയാനുള്ളത്. ഞാനിപ്പോൾ ഇത് പറയണ കേട്ടിട്ട് കുറെ ആൾക്കാർ അങ്ങോട്ട് മാറി പറയും. അതൊന്നല്ല, 10 പേര് കണ്ട് അതിൽ ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തോന്നലുണ്ടായി കഴിഞ്ഞാൽ അത് മതി. കാരണം ഇപ്പോഴത്തെ കാലത്ത് കുറെ ആളുകൾ വിചാരിക്കുന്നുണ്ട് ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ റീച്ച് എന്നൊക്കെ പറയുന്നത് എന്തോ ഭയങ്കര സുഖമുള്ള പരിപാടിയാണെന്നാണ്. അതിന് നിങ്ങൾ കണ്ടെത്തുന്ന മാർഗങ്ങൾ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങണമെങ്കിലോ നമ്മൾ നമ്മുടേതായിട്ടുള്ള തനതായ രീതികളിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മളൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടല്ലോ, പബ്ലിസിറ്റി പോസിറ്റീവ് ഓർ നെഗറ്റീവ്, പബ്ലിസിറ്റി കിട്ടിയാൽ മതി, റീച്ച് ആയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങരുത്.
ഈ റീച്ചിനൊക്കെ അപ്പുറം നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ഈ റീച്ചിന്റെ ആ ഒരു ഹൈപ്പൊക്കെ കുറച്ചു കാലം കാണും, അത് കഴിഞ്ഞ് അത് തേഞ്ഞു മാഞ്ഞു പോകും. നമ്മളെ ഇപ്പോൾ ഭയങ്കര റീച്ചായി, നമ്മളെ 10 പേര് തിരിച്ചറിയുന്നു, ആഷ് പോഷായി. ഇതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. റീച്ചല്ല മക്കളെ ലൈഫ്. ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാനം എന്ന് പറയുന്നത് സ്ത്രീകളുടെ മാത്രം കുത്തകയല്ല, അത് പുരുഷന്മാർക്കുണ്ട്. അതുകൊണ്ട് ദയവേത് ഇനി ആരും മൊബൈലും പൊക്കി പിടിച്ചുകൊണ്ട് റീച്ചിന് വേണ്ടി മറ്റൊരാളുടെ ജീവിതം ബലിയാടാക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കാതിരിക്കാം. ഒപ്പം തന്നെ ഇതിലിപ്പോൾ സംഭവിക്കുന്നതിൻ്റെ ഒരു പ്രത്യാഘാതം സംഭവിക്കാൻ പോകുന്നത്, ഇതിപ്പോൾ ഇത് 1-2 കേസുകളോളായി. നാളെ ജെനുവിനായിട്ട്, അതിപ്പോൾ ഞാനായിരിക്കാം, നിങ്ങളായിരിക്കാം, നമുക്കിതുപോലെ തന്നെ ഒരു സമൂഹത്തിൽ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരം ഒരു റിയൽ അനുഭവം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആരോട് പറയും? ചുറ്റും നിൽക്കുന്ന ആൾക്കാരോട് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതിന് നമ്മൾ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കുമോ? ആദ്യത്തെ ഏറ് നമുക്കായിരിക്കും കിട്ടുക. അപ്പോൾ നാളെ ഒരു ജെനുവിനായിട്ടൊരു കേസിൽ ജെനുവിനായിട്ടൊരു പെൺകുട്ടിക്ക് കിട്ടേണ്ട ഒരു നീതിയാണ് നിങ്ങൾ ഈ കാണിക്കുന്ന പേക്കൂത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇമാതിരി പരിപാടികൾക്ക് ഇറങ്ങിത്തിരിക്കാതിരിക്കാം.